യേശു ഒരു ഡിന്നറിന് പോയി. അവിടെ പരിസര നിയമത്തിലുണ്ട്. അവിടെ വെച്ചാണ് കൈ കഴുകുന്നതിനെക്കുറിച്ച് ഡിസ്കഷൻ. യേശു കൈ കഴുകിയില്ല എന്നുള്ള ഡിസ്കഷൻ. ഈ കൈ കഴുകൽ എന്നതിനെക്കുറിച്ച് ഓർക്കുമ്പോൾ നമ്മൾ ചിന്തിച്ച് കളയരുത്, നമ്മൾ സാധാരണ പൈപ്പൊക്കെ തുറന്ന് വിശാലമായി കൈ കഴുകുന്ന രീതിയല്ല. 3 ചെറിയ പാത്രങ്ങളുണ്ടാവും. അതിനകത്ത് അവർ നിയമം ആചാരമാക്കി സൂക്ഷിച്ചുകൊണ്ട് ചെറിയ വിരൽ മാത്രം തൊട്ട് കൈ കഴുകുന്ന രീതിയാണ്. അതൊരു റിച്വൽ പ്രോസസ്സാണ്. അതിൻ്റെ അപ്പുറത്തേക്ക് നമ്മൾ കൈ കഴുകുന്ന പോലെ കൈ കഴുകുന്ന രീതിയൊന്നുമല്ല. ആ റിച്വൽ പ്രോസസ്സ് എന്തിനർത്ഥം ചോദിച്ചാൽ, അവർ മറ്റുള്ളവരുടെ മുമ്പിൽ ഞങ്ങൾ ശുദ്ധരാണെന്ന് കാണിക്കാൻ വേണ്ടി ചെയ്യുന്ന റിച്വൽ പ്രോസസ്സാണ്. ആ റിച്വൽ പ്രോസസ്സ് യേശു ചെയ്തില്ല. അതാണ് ഡിസ്കഷൻ. ആ ഡിസ്കഷനാണ് യേശു വിമർശിക്കപ്പെട്ടത്. യേശു യഹൂദനാണല്ലോ, എല്ലാവരെയും പോലെ മേനി പറയാനും ആചാരങ്ങളുടെ മേന്മയുള്ളവനാണെന്ന് കാണിക്കാനും വിളിക്കപ്പെട്ടവരെന്നാണ് നാട്ടുകാർ ചിന്തിച്ചത്. പക്ഷേ യേശു അങ്ങനെയല്ല. യേശുവിന് അങ്ങനെ പറ്റിയില്ല. യേശു കുറച്ചും കൂടി ഉള്ളിനെക്കുറിച്ച് കൺസേൺഡ് ആയ ഒരാളാണ്. ഇവരുടെയൊക്കെ റിച്വൽസിന് യേശു അത്രയധികം കാര്യമായി കണ്ടില്ല. അതാണ് സത്യം. യേശു നിയമങ്ങൾക്കെതിരല്ല, യേശു അന്നത്തെ ആചാരങ്ങൾക്കും എതിരല്ല. പക്ഷേ ഈ ആചാരങ്ങളൊന്നും മനുഷ്യൻ്റെ ഉള്ളിലേക്ക് എത്തിയില്ലെങ്കിൽ എന്ത് ചെയ്യും? അതാണ് യേശുവിൻ്റെ ചോദ്യം. നമ്മൾ ഈ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ നമ്മുടെ ഉള്ളിലേക്ക് എത്തിയില്ലെങ്കിൽ എന്ത് ചെയ്യും? ആ കാലഘട്ടത്തിൻ്റെ ആചാരത്തിൻ്റെ പ്രശ്നം അതായിരുന്നു. അവർ ചെയ്തിരുന്നതൊക്കെ അവരുടെ കൺസേൺ കാണിച്ചല്ല, അവരുടെ ഔട്ട് ഓഫ് കൺവിക്ഷനിലല്ല, മറിച്ച് ആരോ പറഞ്ഞു അതുകൊണ്ട് ഞങ്ങളും ചെയ്യുന്നുള്ളതായിരുന്നു. ഈ ആരോ പറഞ്ഞു ഞങ്ങളും ചെയ്തു എന്ന് പറഞ്ഞ് പലതും ചെയ്തുകൊണ്ടിരുന്നപ്പോൾ അവർ അവരുടേതായിട്ട് പ്രത്യേകിച്ച് ബോധ്യങ്ങളില്ലായിരുന്നു. പക്ഷെ ക്രിസ്തുവിൻ്റെ പ്രവൃത്തികളൊക്കെ ബോധ്യങ്ങളുള്ളതായിരുന്നു. നമ്മളെപ്പോഴും ചിന്തിക്കേണ്ട ഒരു കാര്യം, നമ്മുടെ ബോധ്യങ്ങൾക്ക് എന്ത് സംഭവിച്ചു? നമ്മളുടെ തന്നെ കാര്യങ്ങൾ ചെയ്യേണ്ടത് നമ്മുടെയൊക്കെ ബോധ്യങ്ങളിൽ നിന്നാണ്. ബോധ്യങ്ങളാണ് നമ്മളെ കൂടുതൽ വഴിതെളിക്കുന്നത്. നമ്മളുടെ ബോധ്യങ്ങൾ ദൈവത്തിൻ്റേതായിരിക്കണം, ദൈവത്തിലേക്കായിരിക്കണം. ഇങ്ങനെയുള്ള ബോധ്യങ്ങളെ നമ്മളെ ശരിയിലേക്ക് നയിക്കത്തുള്ളൂ. അല്ലാതെ 3 വിരൽ മാത്രം നനച്ച് വെറുതെ മറ്റുള്ളവരെ കാണിക്കാൻ ചെയ്യുന്ന കാര്യങ്ങൾക്കൊന്നും വലിയ വിലയൊന്നും ഉണ്ടാവില്ല, അതിന് വലിയ അർത്ഥവും ഉണ്ടാവില്ല. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ.